വെൽക്കം ടു ആർക്കേസ് സ്റ്റോറീസ്. പറയാനിനിയും 61. വിരുന്നിന് പോവുക എന്ന ചടങ്ങുള്ളതുകൊണ്ട് പിറ്റേ ദിവസം കാലത്തെ അവർ രമച്ചിട്ടയുടെ വീട്ടിലേക്ക് പോയി. അവിടെ അനൂപും നവോമിയും UK പോകാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരുന്നു. പൊതുവെ കാശ് ചെലവാക്കാത്ത ഷാജി കുഞ്ഞച്ചൻ സുദേവ് മോനെ സൽക്കരിക്കാൻ മീനും ഇറച്ചിയുമെല്ലാം ആരും പറയാതെ തന്നെ വാങ്ങിക്കൊണ്ടുവന്നത് വിശദീകരിക്കാനാവാത്തൊരു സംഭവമായിട്ടാണ് ചിറ്റ വിഭയോട് പറഞ്ഞത്. രാത്രിയത്തെ ഭക്ഷണം കൂടി കഴിഞ്ഞിട്ടാണ് കുഞ്ഞച്ചൻ അവരെ അവിടെ നിന്നും യാത്രയാക്കിയത്. അന്ന് രാത്രി കിടന്നപ്പോൾ സുദേവ് വിഭയെ കുറേയേറെ ലാളിക്കുകയും ശാരീരികമായി കൂടുതൽ മുന്നേറാതെ ചുംബനങ്ങളാൽ അവളെ തരളിതയാക്കുകയും ചെയ്തു. ഒടുവിൽ അവന്റെ കൈക്കുള്ളിൽ കിടന്ന് സംസാരിച്ച് അവൾ അങ്ങനെയേ ഉറങ്ങിപ്പോവുകയും ചെയ്തു. അവളുടെ ഉള്ളിലെ ആ ദുരനുഭവങ്ങളുടെ കറ നീക്കുവാൻ ക്ഷമയും സ്നേഹവും നിറഞ്ഞ പരിലാളനങ്ങളിൽ കൂടിയേ കഴിയൂ എന്നവനറിയാമായിരുന്നു. പിറ്റേ ദിവസം ഉച്ച കഴിഞ്ഞപ്പോഴേക്കും ആശ്രയയും ശ്രീഹരിയും തിരിച്ചെത്തി. അവർ വന്ന് കയറുമ്പോൾ എല്ലാവരും പറമ്പിലായിരുന്നു. സുദേവ് കാരക്കമരത്തിന്റെ മുകളിലും. ബാക്കിയുള്ളവർ താഴെ നിന്ന് അവന് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. പഴുത്തതും മൂത്തതുമായ കാരക്കകൾ താഴെ നിൽക്കുന്നവർ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നതനുസരിച്ച് അവൻ പറിച്ച് താഴേക്ക് ഇട്ടുകൊടുക്കുന്നു. അമ്മു കുരു ഉള്ളിൽ പോകാതെ ശ്രദ്ധയോടെ കടിച്ചു തിന്നുന്നുണ്ട്. അപ്പൂസിന് ശ്രീജ കയ്യിലിരിക്കുന്ന ചെറിയ കത്തി കൊണ്ട് കുരുവില്ലാതെ ചെത്തിക്കൊടുക്കുന്നുമുണ്ട്. അപ്പച്ചിയും വിഭയും കൂടി സുദേവ് താഴേക്ക് വീണാൽ പിടിക്കാനെന്നോണം കയ്യും വിടർത്തിപ്പിടിച്ചു നിൽക്കുന്നു. അവർ കാരക്ക പറിക്കുകയാണ് എന്ന് ഹരി പറഞ്ഞതും ആശ്രയ വണ്ടിയിൽ നിന്നും ചാടി ഇറങ്ങി ഓടിയാണ് അവരുടെ അടുത്തേക്കെത്തിയത്. ശബരിയുടെ കയ്യിലിരുന്നതിൽ നിന്നും 2-3 വാങ്ങി അതിൽ പഴുത്തത് നോക്കി തിന്നുകൊണ്ട് അവളും മുകളിലേക്ക് നോക്കി. തലയിൽ തോർത്തുകൊണ്ടൊരു കെട്ടും കെട്ടി ഒരു കറുത്ത ബനിയനും 3/4 ഇട്ട് സുദേവ് ആ മരത്തിന്റെ മുകളിൽ അള്ളിപ്പിടിച്ചിരിപ്പുണ്ട്. പറിക്കുന്നതിനിടയ്ക്ക് കയ്യിലിരിക്കുന്നത് തിന്നുന്നുമുണ്ട് ആശാൻ. ഉണ്ണിക്കുട്ട, കുറച്ച് മൂക്കാറായതും കൂടി പറിച്ചോ കേട്ടോ, ഉപ്പിലിട്ട് വെക്കാം. അപ്പച്ചി പറഞ്ഞത് കേട്ട് വിഭയും ആശ്രയയും വായിൽ കപ്പലോടാനുള്ള വെള്ളത്തോടെ അപ്പച്ചിയെ നോക്കി. അപ്പച്ചി ഇതൊക്കെ ഉപ്പിലിട്ട് വെക്കാറുണ്ടോ? വിഭ ചോദിച്ചു. പിന്നെ കഞ്ഞിക്ക് കൂട്ടാൻ രസമല്ലേ പിള്ളേരെ? ഇത് മാത്രമല്ല, നെല്ലിക്ക, മാങ്ങ, പിന്നെ ചാമ്പക്ക അച്ചാറിട്ടത്. നിങ്ങളിതൊന്നും കണ്ടില്ലേ? വിഭയും ആശ്രയയും മുഖത്തോട് മുഖം നോക്കി. എവിടെ? രണ്ടും കൂടി ഒരുമിച്ചാണ് ചോദിച്ചത്. സ്റ്റോർ റൂമിൽ ഇരിക്കുന്നുണ്ട്. പറഞ്ഞു തീർന്നതും രണ്ടും കൂടി അകത്തേക്ക് മത്സരിച്ചോടുന്നത് കണ്ട് അപ്പവും അമ്മുവും പോലും കണ്ണുമിഴിച്ചു നിന്നു. ഉണ്ണിയേട്ടാ, ഞാൻ വരണവരെ താഴേക്ക് ഇറങ്ങല്ലേട്ടോ. ഓടുന്നതിനിടയിൽ വിഭ പറഞ്ഞത് കേട്ട് മരത്തിന് മുകളിലിരുന്ന സുദേവ് താഴേക്കും നോക്കി വാ പൊളിച്ചു. പിറ്റേ ദിവസം കാലത്ത് 10 മണിയോടെ ശബരിയും ശ്രീജയും പിള്ളേരും തിരികെ പോകാനൊരുങ്ങി. അപ്പച്ചി പിള്ളേരെ എടുത്ത് കൊഞ്ചിച്ച് ഉമ്മയും നൽകി താഴെ നിർത്തിയിട്ട് കരച്ചിലടക്കി മൂക്കു പിഴിഞ്ഞു. എയർപോർട്ടിൽ വെച്ച് വല്യച്ഛന്റെ തോളിൽ നിന്നും പിടിവിടാൻ അപ്പൂസ് അല്പമൊന്നും അടിച്ചെങ്കിലും ഫ്ലൈറ്റിൽ കയറാൻ പോകുന്ന കാര്യം പറഞ്ഞതോടെ അവൻ അച്ഛന്റെ കയ്യിലേക്ക് ചെന്നിട്ട് ടാറ്റ പറഞ്ഞു. അമ്മുവിനും അപ്പുവിനും ഉമ്മ കൊടുത്തിട്ട് സുദേവും ബാക്കിയുള്ളവരും അവരെ യാത്രയാക്കി. ചെക്ക് ഇൻ ഏരിയയിലേക്ക് കയറിയിട്ട് കൈവീശി കാണിക്കുന്നവരെ നോക്കി തിരികെ കൈവീശുമ്പോൾ പുറത്തു നിന്നവരുടെയും പോകാൻ നിൽക്കുന്നവരുടെയും കണ്ണുകളിൽ വേർപാടിന്റെ ദുഃഖം നേരിയ നനവ് പടർത്തിയിരുന്നു. പിറ്റേ ദിവസം കാലത്ത് 6 മണിക്ക് അവർ 4 പേരും ഹരിയുടെ വണ്ടിയിൽ തേക്കടിയിലേക്ക് പുറപ്പെട്ടു. ഇടയ്ക്ക് നിർത്തി ഭക്ഷണം കഴിച്ച് 9 മണിയോടെ ഹൈറേഞ്ച് കയറാൻ തുടങ്ങിയപ്പോൾ സുദേവ് ഹരിയെ മാറ്റി ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി. ഹൈറേഞ്ചിൽ കൂടിയുള്ള കയറ്റത്തിനിടെ കാണാൻ മനോഹരമായ സ്ഥലങ്ങളിലൊക്കെ വണ്ടി നിർത്തി ഫോട്ടോസ് എടുത്ത് 10 മുറി ആനവിലാസം റോഡിലുള്ള റീൻ റിസോർട്ടിലേക്ക് എത്തുമ്പോഴേക്കും സമയം 12:30 ആയിരുന്നു. ഏകദേശം 10 ഏക്കറോളമുള്ള ഏലത്തിന്റെയും കുരുമുളകിന്റെയും പ്ലാന്റേഷന്റെ ഉള്ളിലാണ് ആ റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത്. കണ്ടാൽ ഒരു കാടിന്റെ ഉള്ളിൽ പ്രകൃതിയോടിണങ്ങി നിർമ്മിച്ചിരിക്കുന്നത് പോലുള്ള കോട്ടേജുകളായിരുന്നു മുറികളെല്ലാം. ഹരിയും സുദേവും റിസോർട്ടിന്റെ റിസപ്ഷനിലേക്ക് നടന്നപ്പോൾ വിഭയും ആശ്രയയും കൂടി ആ റിസോർട്ടിന്റെ ചുറ്റിനും
പടർന്നു പന്തലിച്ചു കിടക്കുന്ന മനോഹരമായ തോട്ടത്തിന്റെ ഭംഗി ആസ്വദിക്കുകയായിരുന്നു. സെപ്റ്റംബർ മാസമാണെങ്കിലും ഉച്ചയോടടുത്ത സമയമായിട്ട് പോലും നേരിയ തണുപ്പ് അവിടെ മെങ്ങും തങ്ങി നിന്നിരുന്നു. നിറഞ്ഞു നിൽക്കുന്ന മരങ്ങൾക്കിടയിലൂടെ വീശുന്ന കാറ്റിന് തണുപ്പ് കൂടുതലായിരുന്നു. കൈകൾ കൂട്ടിത്തിരുമി ജീൻസിന്റെ പോക്കറ്റിലേക്ക് തിരികിയ ശേഷം അകലെയായി കാണുന്ന മലനിരകളിലേക്കും നോക്കി നിൽക്കുന്ന വിഭയുടെ അടുത്തേക്ക് ആശ്രയ അല്പം കൂടി നീങ്ങി നിന്നു. മൂടൽ മഞ്ഞ് വലയം ചെയ്തിരിക്കുന്ന മലനിരകളിലേക്കും നോക്കി നിൽക്കുകയായിരുന്നു അവൾ. ഇടിയേട്ടത്തി, അവൾ വിളിച്ചത് കേട്ട് വിഭ തലചരിച്ച് അവളെ നോക്കി. എങ്ങനെ ഉണ്ടായിരുന്നു സെക്കൻഡ് നൈറ്റ്? നീ വാല് പൊക്കുന്നത് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി ചാട്ട ഇങ്ങോട്ടായിരിക്കുന്നു. അതിന് മറുപടി എന്നോണം ആശ്രയ ഒന്ന് ഇളിച്ചു കാട്ടി. എന്നിട്ട് അവളെ തോണ്ടി. എങ്ങനെയുണ്ടായിരുന്നു പറയ്. നീയല്ലേ ചോദിച്ചത്, അത് നീ പറയാ ആശ്രയമേ. ഇടുക്കി, തിമിർത്തു, കലക്കി. മങ്ങിയ മുഖത്തോടെയുള്ള ആ മൂളൽ മാത്രം കേട്ട് ആശ്രയയുടെ മുഖം ചുളിഞ്ഞു. എന്താടാ, എന്താ പ്രശ്നം? അവളുടെ കണ്ണുകളിൽ വിഭയോടുള്ള കരുതൽ നിറഞ്ഞു. എനിക്കെന്തോ പറ്റുന്നില്ലടാ. നിരാശ നിറഞ്ഞ മുഖത്തോടെ മലനിരകളിലേക്ക് നോട്ടം തിരിച്ചവളെ ആശ്രയ പിടിച്ച് നേരെ നിർത്തി. പറ്റുന്നില്ലെന്നോ? എന്ത് പറ്റുന്നില്ലെന്ന്? 2 വർഷത്തോളം കിരണിന്റെ കിടപ്പറയിൽ ഞാൻ അനുഭവിച്ച ആ വേദനകൾ, എന്റെ ഉള്ളിൽ മൂടിക്കിടക്കുന്ന ആ നീറുന്ന ഓർമ്മകൾ ഉണ്ണിയേട്ടൻ എന്നെ സ്വന്തമാക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെ പുറത്തേക്ക് വന്ന് എന്നെ കുടഞ്ഞെറിയുന്നടാ. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ഒഴുകിയിറങ്ങിയ ഒരു തുള്ളി കണ്ണുനീർ ആശ്രയ കൈ ഉയർത്തി തുടച്ചു. സുദേവേട്ടൻ വിഷമിപ്പിക്കും വിധം വല്ലതും പറഞ്ഞോടാ. ഉണ്ണിയേട്ടനോ മഹാഭാവം പറയില്ലേടി. കൊച്ചുങ്ങളെ പോലെയാ എന്നെ കൊണ്ടു നടക്കുന്നേ. ഈ ട്രിപ്പ് കഴിഞ്ഞാലുടനെ ഒരു കൗൺസിലിങ്ങിന് പോകാമെന്ന് പറഞ്ഞേക്കുവാ. അത് തന്നെ ഒരു ഭാഗ്യമല്ലേ മോളെ. വേറെ വല്ല ആണുങ്ങളായിരുന്നെങ്കിൽ അത് മതി പ്രശ്നമുണ്ടാക്കാൻ. അവളുടെ താടിയിൽ മെല്ലെ പിടിച്ചുകൊണ്ട് ആശ്രയ അവളെ സമാധാനിപ്പിച്ചു. ശരിയാ. സുദേവേട്ടൻ അടുത്തേക്ക് വരുമ്പോ നിന്റെ മനസ്സിലൊന്നും തോന്നുന്നില്ലെന്നാണോ നീ പറയുന്നേ? മനസ്സിനല്ലടാ, എന്റെ ശരീരമാ മനസ്സിനെതിരെ റിയാക്ട് ചെയ്യുന്നത്. മനസ്സിന്റെ മോഹങ്ങളെ തല്ലിക്കെടുക്കും പോലെ ശരീരമങ്ങ് വറ്റി വരണ്ടു പോകുന്നു. സം സോർട്ട് ഓഫ് റിജിഡിറ്റി. മനസ്സിലായി. പക്ഷേ അത് നിന്റെ ശരീരത്തിന്റെ പ്രശ്നമല്ല, മനസ്സിന്റെയാ. അതെ, കൗൺസിലിംഗ് ചെയ്യാമെന്നല്ലേ സുദേവേട്ടൻ പറഞ്ഞത്? അതെ, അത് മാത്രമല്ല അതിനു മുന്നേ ഇവിടെ വെച്ച് മാക്സിമം ഇന്റിമേറ്റായി പെരുമാറാമെന്നും പറഞ്ഞു. വെരി ഗുഡ്. അത് നമുക്ക് ശരിയാക്കാം. എങ്ങനെ? അതൊന്നും നീ അറിയണ്ട മോളെ. നീ വാ, നമുക്ക് അകത്തേക്ക് പോകാം, നല്ല തണുപ്പുണ്ട്. അവർ അകത്തേക്ക് പോകാനായി തിരിഞ്ഞപ്പോഴേക്കും ഹരി അവരെ വിളിക്കാനായി അങ്ങോട്ടേക്കെത്തി. അതെ, പ്രൈവറ്റ് പൂളുള്ള ഹണിമൂൺ കോട്ടേജാ നമ്മുടെ ചേട്ടച്ചാര് ബുക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ. അങ്ങേര് ഇടയ്ക്ക് എറണാകുളത്ത് നിന്നും ഫോറിനേഴ്സിനെ ഇങ്ങോട്ട് കൊണ്ടുവരാറുണ്ട്. അതുകൊണ്ട് സ്പെഷ്യൽ ഡിസ്കൗണ്ടാ. വന്ന ഉടനെ അവൻ പറഞ്ഞു. ആണോ, പ്രൈവറ്റ് പൂളുണ്ടോ? ആശ്രയയുടെ മിഴികൾ വിടർന്നു. യെസ് ബേബി, കമോൺ. അവൻ അവളെ ചുറ്റിപ്പിടിച്ചു. റിസപ്ഷനിൽ അവരുടെ ബാഗുകളുമായി അറ്റൻഡേഴ്സ് റെഡിയായിരുന്നു. കോട്ടേജുകളിലേക്ക് പോകുവാനായി അവർ ബാഗുകൾ എടുക്കുന്നതിനിടയിൽ ആശ്രയ റിസപ്ഷനിലിരുന്ന പെൺകുട്ടിയോട് എന്തൊക്കെയോ സംസാരിച്ചു. എന്തുവാടാ നീ അവരോട് ചോദിച്ചത്? അറ്റൻഡേഴ്സിന്റെ പിന്നാലെ നടക്കുന്നതിനിടയിൽ ആശ്രയയോട് ഹരി ചോദിച്ചു. പറയാൻ ചെക്ക, റൂമിലെത്തട്ടെ, ഒരു ചെറിയ പരിപാടി സെറ്റ് ചെയ്യാനുണ്ട്. അവൻ പുരികങ്ങൾ ചുളുക്കി അവളെ നോക്കി. അവൾ കണ്ണിറുക്കി. സുദേവും വിഭയും കൈകൾ കോർത്തുപിടിച്ച് മുന്നിൽ നടക്കുന്നുണ്ടായിരുന്നു. അടുത്തടുത്തായി നിൽക്കുന്ന 2 കോട്ടേജുകളായിരുന്നു അവർക്ക് കിട്ടിയത്. സുദേവും വിഭയും കോട്ടേജ് 104ലേക്ക് കയറിയപ്പോൾ ഹരിയും ആശ്രയയും 105ലേക്കും കയറി. പുറമേ നിന്ന് നോക്കിയാൽ ട്രഡീഷണൽ രീതിയിൽ പണിതീർത്തിരിക്കുന്ന ആ കോട്ടേജുകളുടെ ഉൾവശം 5 സ്റ്റാർ ഹോട്ടലിന്റെ പ്രൗഢി നിറഞ്ഞതായിരുന്നു. ഹണിമൂൺ കപ്പിൾസ് ആയിരുന്നതുകൊണ്ട് ബെഡ് റോസാപ്പൂക്കളുടെ ഇതളുകൾ വിതറി അലങ്കരിച്ചിരുന്നു. റൂമിനോട് ചേർന്നുള്ള പ്രൈവറ്റ് പൂൾ ആയിരുന്നു ഏറ്റവും മനോഹരം. ആ പൂളിൽ ഇറങ്ങിക്കിടന്നാൽ അകലെയുള്ള മലനിരകളും വിവിധതരം മരങ്ങളും കണ്ണുകൾക്ക് വിരുന്നൊരുക്കും. സുദേവ് അവളുടെ കയ്യിൽ വിരലുകൾ കോർത്തുപിടിച്ച് അവളെയും കൊണ്ട് ബാൽക്കണിയിലേക്ക് നടന്നു. അവിടെ നിന്നും നോക്കിയാലും കാണുന്നത് മനോഹരമായ കാഴ്ചകളായിരുന്നു.
സമയം 12:30 ആയിട്ടുള്ളെങ്കിലും ആകാശത്തിന്റെ നിറം വിഭയുടെ മുഖം പോലെ മങ്ങിയിരുന്നു. എന്താടാ വിഭക്കുട്ടി, കുഞ്ഞിന്റെ മുഖം എപ്പോഴും മങ്ങിയാണല്ലോ. അവൾ മൂളിക്കൊണ്ട് അവന്റെ നെഞ്ചിലേക്ക് ചാരി. കുറെ ഉമ്മ തന്നാലേ ഈ മുഖത്ത് ചിരി വരുമോ? അവൾ കുസൃതിയോടെ തലകുലുക്കി. അവളുടെ മുഖം കൈകളിൽ കോരിയെടുത്ത് നിറയെ ഉമ്മ വെക്കാൻ തുടങ്ങിയതും അവൾ കുലുങ്ങിച്ചിരിച്ചുകൊണ്ട് അകത്തേക്കോടി കട്ടിലിൽ ചെന്ന് മലർന്നടിച്ചു വീണു. അവൾക്കു പുറകെ വന്ന അവൻ അവളുടെ മേലേക്ക് കമിഴ്ന്നു കിടന്നിട്ട് ആ മൂക്കിൻ തുമ്പത്ത് വേദനിപ്പിക്കാതെ കടിച്ചു. ആ സമയം അവരുടെ കോട്ടേജിലെ ഇന്റർകോം ശബ്ദിച്ചു. അങ്ങേ തലയ്ക്കൽ ഹരിയായിരുന്നു. റെസ്റ്റോറന്റിൽ ഫുഡ് റെഡിയാണ് എന്നവൻ അറിയിച്ചതനുസരിച്ച് സുദേവും വിഭയും കോട്ടേജ് പൂട്ടി ഹരിയോടും ആശ്രയോടുമൊപ്പം റെസ്റ്റോറന്റിലേക്ക് നടന്നു. വിഭവസമൃദ്ധമായ ബൊഫയായിരുന്നു റെസ്റ്റോറന്റിൽ ഒരുക്കിയിരുന്നത്. ഭക്ഷണം കഴിച്ച ശേഷം 4 പേരും കൂടി ആ റിസോർട്ട് മുഴുവൻ ചുറ്റി നടന്ന് കണ്ടു. കുറെ സമയം പുറത്ത് ചിലവഴിച്ചിട്ട് 4 മണിയായപ്പോഴാണ് അവർ കോട്ടേജിലേക്ക് തിരിച്ചത്. സുദേവും വിഭയും റൂമിനകത്ത് കയറി ഒന്ന് ഫ്രഷായപ്പോഴേക്കും കോളിംഗ് ബെൽ ശബ്ദിച്ചു. വാതിൽ തുറന്നപ്പോൾ പുറത്ത് ശ്രീഹരി. എന്താടാ? സുദേവ് ചോദിച്ചു. ഏട്ടത്തി എവിടെ? സുദേവ് വാതിൽ മലർക്കെ തുറന്നു. കട്ടിലിരുന്ന് അവനെ നോക്കുന്ന വിഭയെ ഹരി കണ്ടു. ആശ്രയം നിങ്ങളെ രണ്ടുപേരെയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ടേക്ക് ചെല്ലാൻ പറഞ്ഞു. അവൻ നിർബന്ധിച്ചതോടെ സുദേവ് വിഭയെയും കൂട്ടി വാതിൽ പൂട്ടിയ ശേഷം അവരുടെ കോട്ടേജിലേക്ക് നടന്നു. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ട്രെക്കിംഗ് ഒക്കെ അറേഞ്ച് ചെയ്യുമെന്നാണ് പറഞ്ഞത് കേട്ടോ. കാടിനകത്തേക്ക് വേണമെന്നുണ്ടെങ്കിൽ അല്പം നടക്കാം. ശ്രീഹരി പറഞ്ഞത് കേട്ട് വിഭ ഭയത്തോടെ സുദേവിനെ നോക്കി. അയ്യോ, കാടിനകത്തേക്കൊന്നും പോകണ്ട കേട്ടോ, എനിക്ക് പേടിയാ. വേറെ സ്ഥലങ്ങളൊന്നും കാണാനില്ലേ? അത് നാളെയും മറ്റന്നാളും നമുക്ക് ഉച്ച കഴിഞ്ഞിട്ട് ഇറങ്ങാം. പിന്നെ തിരികെ പോകുന്ന വഴിക്ക് ബാക്കിയുള്ള കാഴ്ചകളും കണ്ടു പോകാം. ഉച്ചവരെയും വൈകുന്നേരത്തും നമുക്ക് ഇവിടെ തന്നെ സ്പെൻഡ് ചെയ്യാം. അതായിരിക്കും കൂടുതൽ നല്ലത്. സുദേവ് അവരുടെ പ്ലാൻ വിഭയോട് വിശദീകരിച്ചു. ഹരിയുടെ മുറിയിലെത്തിയപ്പോൾ ആശ്രയ ഭക്ഷണങ്ങൾ എന്തൊക്കെയോ എടുത്ത് മേശപ്പുറത്തേക്ക് നിരത്തുന്ന തിരക്കിലായിരുന്നു. എന്തോന്ന് ആശ്രയമേ പരിപാടി? അവളുടെ ഒരുക്കങ്ങൾ കണ്ട് ചെന്ന പാടെ വിഭ ചോദിച്ചു. നല്ല മഞ്ഞും അത്യാവശ്യം തണുപ്പും. അപ്പോ നമ്മുടെ ഇൻസ്പെക്ടർക്ക് ചെറുതടിക്കണമെന്നൊരു മോഹം. ഓഹോ, അപ്പോ അതിനാണല്ലേ ഇൻസ്പെക്ടർ ഉണ്ണിയേട്ടനെ വിളിച്ചോണ്ട് ഇങ്ങോട്ട് വന്നത്? പിന്നല്ലാതെ. എന്തൊക്കെയാടി ഈ എടുത്തു വെച്ചേക്കുന്നേ? ഇതോ എടി, ഇതാണ് ബെക്കാഡി റം. ദേ ഇതിൽ നിന്നും ഓരോ പെഗ് ഇതുപോലെ എടുത്ത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ട് ചെറുനാരങ്ങ ഇങ്ങനെ 2ആയി അരിഞ്ഞ് അത് 2 ഗ്ലാസ്സിലേക്കും ഇതുപോലെ പിഴിഞ്ഞിങ്ങനെ ഒഴിച്ചിട്ട് അല്പം പുതിനയിലയും ഇട്ട് ഓരോ പച്ചമുളക് ഇങ്ങനെ നെടുകെ അരിഞ്ഞ് ഗ്ലാസിൻ്റെ അറ്റത്ത് ഇങ്ങനെ കുത്തി നിർത്തിയിട്ട് ഗ്ലാസിൻ്റെ പകുതി ഇതുപോലെ സോഡയും പിന്നെ കുറച്ച് 7up ഒഴിച്ച് ഇതുപോലൊന്ന് കലക്കി ഒരു പിടി പിടിച്ചാലുണ്ടല്ലോ. എൻ്റെ മോളെ, നീ ഇതൊക്കെ എപ്പോ തുടങ്ങിയടി ആശ്രയമേ? ഇത് ഞാൻ പറഞ്ഞതല്ല, എൻ്റെ കെട്ടിയോൻ ഉണ്ടാക്കാൻ പഠിപ്പിച്ചതെന്നതാടി. ഓ, പകച്ചുപോയി എൻ്റെ ബാല്യം. പക്ഷെ പറയുന്നത് കേട്ടിട്ട് കൊതിയായിട്ട് പാടില്ല. എവിടെ നോക്കട്ടെ? ചോദിക്കലും നിറച്ചു വെച്ചിരുന്നതിൽ നിന്നും ഒരു ഗ്ലാസ് എടുത്ത് വിഭ അല്പമൊന്ന് കുടിച്ചു നോക്കി. കൊള്ളാലോടി സാധനം, എരിവും മധുരവും. പക്ഷെ എനിക്ക് മുളക് വേണ്ട. ഗ്ലാസിന്റെ അരികിൽ കുത്തിവെച്ചിരുന്ന മുളക് അവൾ എടുത്തു മാറ്റി. ഇതിനെയാണ് മൊഹിറ്റോ എന്ന് പറയുന്നത്. ആശ്രയ പറഞ്ഞത് കേട്ട് കുടിക്കുന്നതിനിടയിൽ വിഭ മിഴികൾ ഉയർത്തി അവളെ നോക്കി. ഈ പച്ചമുളകും പുതിനയിലുമൊക്കെ നീ വീട്ടിൽ നിന്നുണ്ടെന്നാണോ? വായിൽ തടഞ്ഞ പുതിനയില എടുത്തു നോക്കിയിട്ട് വിഭ ചോദിച്ചു. അതെ. അതും പറഞ്ഞിട്ടവൾ രണ്ടാമതിരുന്ന ഗ്ലാസ് കയ്യിലേക്കെടുത്തു. അത് ശരി, അപ്പോ ഞങ്ങളിനി വേറെ ഉണ്ടാക്കണോ? ആ ഗ്ലാസ് ആശ്രയം എടുത്തു പിടിച്ചതോടെ ശ്രീഹരി ചോദിച്ചു. ഏയ്, നിങ്ങൾക്കുള്ളത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്, എടുത്തോ. കട്ടിലേക്ക് ഇരുന്ന് മൊഹീറ്റോ അല്പാൽപമായി കുടിച്ചുകൊണ്ടിരുന്ന വിഭയോട് സുദേവ് പറഞ്ഞു. വിഭക്കുട്ടി, അത് അധികം കഴിക്കണ്ട കേട്ടോ. ഇതൊരു ഗ്ലാസ് പ്ലീസ് ഉണ്ണിയേട്ടാ, നല്ല രസമുണ്ടെന്നേ. അവസാനം എടുത്തുകൊണ്ടു പോകേണ്ടി വരും. അതിനല്ലേ എൻ്റെ ഉണ്ണിയേട്ടനുള്ളത്. അവൾ അവനെ നോക്കി കണ്ണിറുക്കിയത് കണ്ട് ആശ്രയും ഹരിയും പരസ്പരം നോക്കി പെരുവിരൽ ഉയർത്തി. ഫ്രിഡ്ജിൽ മിക്സ് ചെയ്ത് വെച്ചിരുന്ന 2 ഗ്ലാസുകൾ കൂടി ഹരി എടുത്തുകൊണ്ടുവന്നു. അപ്പോഴേക്കും ആശ്രയ ടേബിളിൽ വെച്ചിരുന്ന ചിക്കൻ 65 അവരുടെ മുന്നിലേക്ക് വെച്ചു കൊടുത്തു.
അതിൽ കൈയിട്ട് വാരി 2-3 പീസ് എടുത്ത വിഭ കട്ടിലേക്ക് അല്പം കൂടി കയറിയിരുന്നു. പരസ്പരമുള്ള കളിയാക്കലുകളും ചിരികളികളുമായി സമയം നീങ്ങവേ വിഭ രണ്ടാമതൊരു ഗ്ലാസ് കൂടി അതുപോലെ നിറയ്ക്കുന്നത് കണ്ടതും ആശ്രയ അതിലേക്ക് റം അല്പം കൂടി കൂടുതൽ ഒഴിച്ച് അവളെ അങ്ങ് സഹായിച്ചു. സുദേവ് ഹരിയുമായി സംസാരത്തിലായിരുന്നു. രണ്ടാമത്തെ ഗ്ലാസ് വിഭ അല്പം വേഗത്തിലാണ് കുടിച്ചു തീർത്തത്. ഹരിയേട്ടാ, ഞാനേ നമ്മുടെ പൂളിലൊന്ന് ഇറങ്ങുവാട്ടോ. ആശ്രയ പറഞ്ഞത് കേട്ട് വിഭ കയ്യിലിരുന്ന ഗ്ലാസ് മേശപ്പുറത്തേക്ക് വെച്ചു. ഞാനും വരാം. അവൾ കട്ടിലിൽ നിന്നും എഴുന്നേൽക്കാൻ ശ്രമിച്ചു. താഴേക്കിറങ്ങിയപ്പോൾ ചെറുതായി ഒന്ന് ആടിയ അവളെ സുദേവ് കയറിപ്പിടിച്ചു. എന്ത് പറ്റി വിഭക്കുട്ടി, ചെറിയൊരാട്ടം? അത് ഞാനൊരു ഡാൻസിന്റെ സ്റ്റെപ്പ് ഇട്ടതാ. ഓഹോ. അവൻ ചിരി കടിച്ചമർത്തി. താഴെ ഇറങ്ങി അല്പമൊന്ന് ശ്രമിച്ച് നേരെ നിന്നിട്ട് വിഭ ആശ്രയെ വിളിച്ചു. വാടി, ഞാനും ഉണ്ട് പൂളിലിറങ്ങാൻ. ഏയ് പറ്റില്ല, ഇത് ഞങ്ങളുടെ പ്രൈവറ്റ് പൂൾ. നീ പോയി നിന്റെ കോട്ടേജിലെ പൂളിലിറങ്ങടി. ഓ അത് ശരി, ആർക്ക് വേണം നിന്റെ ഉണക്കപ്പൂൾ? വാ ഉണ്ണിയേട്ടാ, നമുക്കേ നമ്മുടെ പൂളിൽ പോകാം. അവൾ സുദേവിന്റെ കയ്യിൽ പിടിച്ചു വലിച്ചു. നാവ് ചെറുതായി കുഴയുന്നുണ്ടല്ലോ, ഇനി പോയി വെള്ളത്തിലിറങ്ങണോ? നിങ്ങൾ വരുന്നുണ്ടോ മനുഷ്യ? അവൾ കൈകൾ എളിയിൽ കുത്തി അവനെ കൂർപ്പിച്ചു നോക്കി. ചെല്ലു ചേട്ടാ, ഏട്ടത്തിയുടെ ഒരു ആഗ്രഹമല്ലേ? ഹരിയും പ്രോത്സാഹിപ്പിച്ചതോടെ സുദേവ് എഴുന്നേറ്റു. വിജയഭാവത്തോടെ ആശ്രയെ ഒന്ന് നോക്കിയിട്ട് വിഭ അവനെയും വലിച്ചുകൊണ്ട് പുറത്തേക്ക് നടന്നു. അവിടെ തുള്ളി പോകുന്നുണ്ട്, എന്താകുമോ എന്തോ. സുദേവിന്റെ ശരീരത്തിൽ വട്ടം ചുറ്റിപ്പിടിച്ച് ആടിയുള്ള വിഭയുടെ പോക്ക് കണ്ട് ആശ്രയ പിറുപിറുത്തു. സംഗതി നമ്മൾ വിചാരിച്ചതുപോലെ നടക്കുമോ ആശ്രയമേ? പറഞ്ഞതുപോലെയൊക്കെ അവർ ചെയ്തിട്ടുണ്ടാകുമോ? ഹരിയുടെ ചോദ്യം കേട്ട അവൾ കൈമലർത്തി. പറഞ്ഞിരുന്നത് പോലെ എന്റെ ഭാഗം ഞാൻ ക്ലിയർ ആക്കിയിട്ടുണ്ട് മോനെ. ഇനി ബാക്കി നിങ്ങളുടെ ചേട്ടന്റെ കയ്യിലാ. കിട്ടിയാ ഊട്ടി, ഇല്ലേ ചട്ടി. അവരുടെ പോക്കും നോക്കി നിന്ന ആശ്രയ മറുപടി പറഞ്ഞു. അവര് പോട്ടെ, വാ നമുക്കേ നമ്മുടെ പൂളിലൊന്ന് ഇറങ്ങി നോക്കാം. പിന്നെ ഈ തണുപ്പത്ത് പൂളിലിറങ്ങാൻ എനിക്ക് ഭ്രാന്തല്ലേ? അവൾ അവനെ നോക്കി ചിറി കോട്ടി. ആഹാ, അത് ശരി. എന്റെ ഏട്ടത്തിയെയും ഏട്ടനെയും വട്ടാക്കി പൂളിലിറക്കിയിട്ടേ എന്റെ പൊന്നാശ്രയക്കുട്ടി അങ്ങനെ അങ്ങ് സൂഹിക്കണ്ടട്ടോ. അവളെ വട്ടം പൊക്കിയെടുത്ത് അകത്തേക്ക് നടക്കുന്നതിനിടയിൽ ഹരി പറഞ്ഞത് കേട്ട് ആശ്രയ ചിരിച്ചുകൊണ്ട് അവന്റെ കൈകളിൽ നിന്നും പിടഞ്ഞിറങ്ങാൻ ശ്രമിച്ചു. അവൻ അതിനനുവദിക്കാതെ അവളെ നെഞ്ചോട് ചേർത്ത് മുറുകെ പിടിച്ച് ഉള്ളിലേക്ക് നടന്നു. തുടരും. പറയാൻ ഇനിയും അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണേ. കഥയ്ക്ക് അഭിപ്രായങ്ങൾ പറയുന്നതിനൊപ്പം ലൈക്കുകൾ നൽകിയും ഷെയർ ചെയ്തും സപ്പോർട്ടുമായി കൂടെ ഉണ്ടാകണേ. See you soon.